യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അതൊന്നും എനിക്കറിയില്ല സാർ. എന്തായാലും ആശാൻ ഇപ്പൊ പാപ്പര. ഇനിയിപ്പോ ഭാവന തന്നെ ബില്ലടക്കേണ്ടി വരുമോ? അങ്ങനെ വരാൻ സാധ്യതയില്ല. എന്നാലും ഭാവന ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലല്ലേ, അപ്പോ ഭാവന പറഞ്ഞ MD കേൾക്കുമെന്നറിയാം. അപ്പൊ ഈ ആവശ്യത്തിന് മാത്രം ഭാവനയെ വേണം അല്ലേ? ഭാവന പറയുന്നത് പോലെ ഇതാണ് ദൈവത്തിന്റെ കളി. എത്ര വലിയ ആളാവാൻ ശ്രമിച്ചാലും ദൈവം ഒന്ന് കണ്ണടച്ചാൽ മതി മൂക്കൂതി വീഴാൻ. എവിടെ? എന്നാലും അയാള് മാറാൻ പോകണല്ലോ സൂര്യ. നീ നോക്കിക്കോ, ഈ കാര്യം നടന്നു കഴിഞ്ഞാൽ വീണ്ടും അയാൾ ഭാവനക്കെതിരെ പകയും കൊണ്ടിറങ്ങും. അത് ഉറപ്പാച്ച. പക്ഷെ ഭാവനയ്ക്ക് അങ്ങനെയുള്ള ചിന്തകളൊന്നുമില്ല. സ്വന്തം മക്കള് പോലും അവരെ മൈൻഡ് ചെയ്യുന്നില്ല. ആ ഭാര്യയും ഭർത്താവും കണക്കല്ലേ, പിന്നെ എങ്ങനെ മൈൻഡ് ചെയ്യാ? ഈശ്വരാ, നീ എങ്ങനെ ആ കുടുംബത്തിൽ പോകേണ്ടി വന്നിരുന്നെങ്കിൽ നിന്റെ കാര്യത്തിലൊരു തീരുമാനമായാൽ. ഒരു വിജയപത്മൻ, സത്യം പറഞ്ഞ പേര് കേൾക്കുമ്പോ എനിക്ക് വെറുപ്പാ തോന്നുന്നേ. നോക്ക്, ഇനിയിപ്പോ ഈ പേരും പറഞ്ഞ് നിനക്ക് അയാളോട് സിമ്പതി ഒന്നും തോന്നണ്ട. അറിയാലോ, ഈ ആളിനെ നിഴലിനെ പോലും വീഴ്ത്താൻ നോക്കുന്ന ആളായാള്. അറിയാച്ച, ഭാവനയെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പാട്. എത്ര അനുഭവിച്ചാലും പഠിക്കില്ല. അവളുടെ ക്യാരക്ടറാ അവളെ പലപ്പോഴും തോൽപ്പിക്കുന്നേ. എന്നാലും അവളെ നീ കാര്യമായിട്ടൊന്ന് ഉപദേശിച്ചേക്കണം, എന്നാലേ ശരിയാവൂ. അതിന്റെ ഒന്നും ആവശ്യം വരില്ല ചാ. നമ്മൾ എത്ര ഉപദേശിച്ചാലും അവൾക്ക് അവളുടേതായ ചില തീരുമാനങ്ങളുണ്ട്. അതേ നടക്കൂ. ഇപ്പൊ അതൊക്കെ പോട്ടെ, നീ വേഷന്മാരെ താഴേക്കോ, നമുക്ക് ഭക്ഷണം കഴിക്കാം. ഞാൻ ഭാവനയെ ഒന്ന് വിളിച്ചിട്ട് വരാം. ഞാൻ പറയുന്നത് കേക്ക് അജേട്ടാ. ഇപ്പൊ ആവുമ്പോ ഭാവനയും സൂര്യ ഇവിടെ ഇല്ല. മോളുടെ ജോലിക്കാര്യം ജയോട് പോയിന്ന് സംസാരിക്കും. അവക്ക് പറ്റുന്ന ജോലി വരെ കൊടുക്കാമെന്ന് അവര് സമ്മതിച്ചിരിക്കുകയല്ലേ. അതിനിടെ നമ്മൾ ചോദിക്കാൻ പോകുന്നത് തെറ്റാണ്. നിങ്ങൾ ഇവിടെ തെറ്റും ശരിയും നോക്കിക്കൊണ്ടിരുന്നോ? അവസാനം മോക്ക് പറഞ്ഞു വെച്ചിരിക്കുന്ന പോസ്റ്റിലേക്ക് വേറെ ആള് വരും. എടീ, മോക്കതിന് ഏത് പോസ്റ്റാണെന്ന് അവര് പറഞ്ഞിട്ടില്ലല്ലോ. ഇനി പറയാൻ എന്തിരിക്കുന്നു? ജയ കമ്പനിയിൽ നോക്കിക്കൊണ്ടിരുന്ന പോസ്റ്റില്ലേ, അതിന് നമ്മുടെ മോളെ ആയിരിക്കും ചുമതലപ്പെടുത്തുന്നത്. ശർമാജി പുതിയ പ്ലാനുമായി വരുന്നതിന് മുമ്പ് മാനസ മോളെ കമ്പനി കയറ്റും. എന്നാലേ മൊത്തത്തിൽ ഈ കുടുംബത്തിന്റെ ആസ്തി എന്താണെന്ന് അറിയാൻ പറ്റൂ. ജയയുടെ പേരിൽ മാത്രം കോടികളുണ്ട് അജേട്ടാ. അതുപോലെ ദേവന്റെയും സൂര്യയുടെയും പേരിലും ഉണ്ട്. അപ്പൊ ഭാവന മാത്രമേ ഇവിടെ വട്ടപൂജ്യമായിട്ടുള്ളൂ അല്ലേ? പിന്നല്ലാതെ. ഇങ്ങനെ പോയാലേ അധികം വൈകാതെ ഭാവനയും ഇതിന്റെയൊക്കെ അവകാശിയാകും. അതിനു മുമ്പേ നല്ലൊരു ഭാഗം സമ്പത്തും നമ്മുടെ കൈ വരണം. നിന്റെ അച്ഛനിവിടെ കണക്ക് കൂട്ടി തുടങ്ങി മോളെ. എന്തിന്റെ കണക്ക്? ഈ കുടുംബത്തിന്റെ മൊത്തത്തിലുള്ള ആസ്തി. ഓ, അച്ഛന് വേറെ പണിയൊന്നുമില്ലേ? പണിയില്ലാത്തോണ്ടല്ലേ ഇതൊക്കെ ചെയ്യുന്നത്. അച്ഛാ, സൂര്യ വന്നിട്ടുണ്ട്. ഇപ്പോഴാവുമ്പോ ഭാവനയും ഇല്ല. അവളെന്താ വന്നില്ലേ? ഇല്ലമ്മേ, വീട്ടിലെന്തോ ആവശ്യമുണ്ടെന്നാ സൂര്യ പറഞ്ഞത്. അല്ല, മോളെന്താ പറഞ്ഞു വരുന്നത്? അച്ഛൻ പോയി എന്റെ ജോലിക്കാര്യം സൂര്യയോട് സംസാരിക്കണം. ഈ കാര്യം തന്നെ ഞാനും അച്ഛനോട് പറഞ്ഞോണ്ടിരിക്കുന്നത്. അതെ അച്ഛാ, ഇനിയും വൈകിയ ശരിയാവില്ല. അതുകൊണ്ടാ പറഞ്ഞത്. ആ ശർമാജി വരുമ്പോ നമുക്ക് പറയാൻ എന്തെങ്കിലും പ്രോഗ്രസ് വേണ്ടേ? ഇക്കാര്യം എന്തിനാ നമ്മൾ അയാളോട് പറയുന്നത്? അതൊന്നും വേണ്ട. വേണം അച്ഛാ. ഒരു ഉയർന്ന കമ്പനിയില് മോശമല്ലാത്തൊരു ജോബ് ഉണ്ടെങ്കിലേ നമുക്ക് അല്പം കൂടി സാവകാശം ചോദിക്കാലോ. അത് നേരാ. എന്നാ പിന്നെ അച്ഛൻ പോയി സൂര്യയെ കാണാം. സൂര്യയെ കാണേണ്ടത് അച്ഛനല്ല, നീയാ. ഇപ്പോഴാകുമ്പോ നിനക്ക് സൂര്യയോട് ഫ്രീ ആയിട്ട് സംസാരിക്കാം. ഭാവനയില്ലല്ലോ. അതേ മോളെ, നീ സൂര്യയോട് സംസാരിക്കണം. ഞാനും നിന്റെ അമ്മയും കൂടി ജയോട് സംസാരിക്കാം. അപ്പോ ഈ കാര്യത്തെ പറ്റി ഒരു നീക്കുപോക്കുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആന്റിയോട് സംസാരിക്കും. ഞാൻ സൂര്യയോട് ജോലിക്കാരി സംസാരിക്കില്ല. പിന്നെ ആന്റിയോടും സൂര്യയോടും നമ്മൾ ഒരേ കാര്യം സംസാരിച്ചാ അവർക്കത് സംശയം വരും. അല്ലെങ്കിലും ആന്റി വിചാരിച്ചാലേ എന്റെ ജോലിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവും. നീ പിന്നെ സൂര്യയോട് എന്ത് സംസാരിക്കാനാ പോകുന്നേ?
സൂര്യയോട് സംസാരിക്കാനാണോ അമ്മേ കാരണമൊന്നുമില്ലാത്ത? അതൊക്കെ ഞാൻ സംസാരിച്ചോളാം. ഇനി നമ്മള് ബുദ്ധിപൂർവ്വം നിന്നില്ലെങ്കിലേ ശരിയാവില്ല അച്ഛാ. അത് തന്നെ മോളെ എനിക്കും പറയാനുള്ളത്. ജയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ നമുക്കിവിടെ ഒരു സ്ഥാനവും ഉണ്ടാവില്ല. അതുകൊണ്ട് ജയ ജീവിച്ചിരിക്കുമ്പോ തന്നെ കിട്ടാവുന്നിടത്തോളം നമുക്ക് കൈക്കലാക്കണം. സൂര്യ, ആ ഭാവന, അവിടെ എന്താ വിശേഷം? ഭരത് വന്നോ? ഇല്ല സൂര്യ, അവൻ ഇതുവരെ വന്നില്ല. ഞാൻ അവനെ തല്ലണ്ടായിരുന്നു. ഇനിയിപ്പോ തല്ലിപ്പോയില്ലേ, തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. സൂര്യയോട് അവൻ വിരൽ ചൂണ്ടി സംസാരിച്ചതുകൊണ്ടല്ലേ ഞാൻ തല്ലിയത്. ഭരത് അരുന്ധതിയെ കിട്ടിയപ്പോ ഒരുപാട് മാറിപ്പോയി ഭാവന. ഇനി അവൻ ആരെയും മൈൻഡ് ചെയ്യില്ല. അങ്ങനെയൊന്നും ഞാൻ അവനെ വിട്ടുകൊടുക്കില്ല സൂര്യ. എനിക്കറിയാം അവനെ മര്യാദ പഠിപ്പിക്കാൻ. ശരി, എന്നാ പിന്നെ ഞാൻ ഇടപെടുന്നില്ല. ചേച്ചി അനിയനും കൂടി തീരുമാനിക്കും. താനത്തെ ചിരിച്ചത്? ഞാൻ ചിരിച്ചത് സൂര്യ എങ്ങനെയാ കണ്ടേ? അതാണ് ഞാൻ. ഈ മനക്കണ്ണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? എനിക്കതുണ്ട്. ആരും കാണാത്തത് ഞാൻ കാണും, പ്രത്യേകിച്ച് തന്റെ കാര്യത്തിൽ. ശരി, ഞാൻ വിശ്വസിച്ചു. അപ്പോ സൂര്യ ഇപ്പൊ ബെഡ്റൂമിലല്ലേ? അത് തനിക്കെങ്ങനെ മനസ്സിലായി? ആ, എനിക്കും മനക്കണ്ണുണ്ട്. ആരും കാണാത്തതേ ഞാനും കാണും. ഓ, എന്താ ചിരിച്ചേ? അതെങ്ങനെ കണ്ടു? ഇപ്പൊ മനസ്സിലായോ? ഇതാണ് മനക്കണ്ണ്. ഓ, സമ്മതിച്ചു. എന്തു പറ്റി സൂര്യ റൂമിൽ ഒറ്റയ്ക്കിരിക്കുന്നേ? ഞാന് ഇന്നലെ നടന്ന മധുര നിമിഷങ്ങളെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. പക്ഷേ ഇന്ന് തന്നെ അതിന്റെ കണ്ടിന്യൂറ്റി നഷ്ടപ്പെട്ടു പോകുന്നു ഞാൻ വിചാരിച്ചില്ല. ആ, സാരമില്ല, ഇനിയും സമയമുണ്ടല്ലോ, അല്ലേ ഭാവന? ആണോ? എന്നാ കാത്തിരുന്നോ, ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ചേടാ, ഇത് കൊള്ളാലോ. എന്റെ മനസ്സിലുള്ളത് ഞാൻ പറയണ്ടേ? അങ്ങനെ ഇപ്പൊ പറയണ്ട. അതെ, സാറ് പോയി കിടന്ന് ഉറങ്ങാൻ നോക്കിയേ. താൻ പിണങ്ങാതെ. ഒറ്റയ്ക്കിരുന്നപ്പോ വല്ലാത്ത ബോറടി. നമുക്കിങ്ങനെ സംസാരിച്ചിരിക്കാം. അയ്യോ, ഒരു ദിവസം കാണാതിരുന്നപ്പോ ഇങ്ങനെയായോ? അതേ ഭാവന, സത്യമായിട്ടും ഒരുപാട് നാളായതുപോലെ തോന്നുന്നു. ആണോ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, സൂര്യ ഇങ്ങ് പോരെ. ആ, അങ്ങനെ പറഞ്ഞാൽ ഞാൻ ഇപ്പൊ അങ്ങ് വരുവേ. അയ്യോ, വേണ്ട വേണ്ട വേണ്ട. അയ്യോ, ഞാൻ വെറുതെ പറഞ്ഞതാ. അങ്ങനെ പറ, അല്ലെങ്കിൽ ഞാനിപ്പോ വരും. ജയ്, നിങ്ങൾ പറ. എന്താ എന്തുപറ്റി? എന്തേലും എന്നോട് പറയാനുണ്ടോ? പറയാനുണ്ട് ജയ. നിന്നോട് പറയേണ്ട കാര്യങ്ങള് നിന്നോടല്ലേ പറയാൻ പറ്റൂ. എന്താ? വേറെ ഒന്നുമല്ല ജയ, മാനസമോളുടെ കാര്യം തന്നെയാ. അവക്ക് എന്തു പറ്റി? അവള് ഹാപ്പി അല്ലേ? എന്ത് ഹാപ്പി? അതൊക്കെ അവിടെ അഭിനയമല്ലേ. അഭിനയോ? ഏട്ടൻ എന്താ പറഞ്ഞു വരുന്നേ? ഞാൻ കാര്യമായിട്ട് തന്നെ പറഞ്ഞത്. സ്വന്തം ഭാവിയുടെ കാര്യത്തില് മാനസമോക്ക് നല്ല ടെൻഷനുണ്ട്.
അവളിതൊന്നും പുറത്ത് കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. എനിക്കറിയാം ഏട്ടാ, സൂര്യയോടൊപ്പം ഒരു ജീവിതം മോഹിച്ച അവൾ ഇങ്ങോട്ട് വന്നത്. വന്നതല്ലല്ലോ, നീ വരുത്തിയതല്ലേ. അതെ, ഞാൻ തന്നെയാ അവക്ക് വേണ്ടാത്ത മോഹങ്ങൾ കൊടുത്ത് ഇവിടേക്ക് വരുത്തിയത്. അതിലെനിക്ക് കുറ്റബോധമുണ്ട്. ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ജയെ. എന്റെ മോള് ചിരിച്ചും കളിച്ചും നടക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ അവൾ കരയുന്നുണ്ട്. അതൊക്കെ ഒരു അമ്മയ്ക്ക് മനസ്സിലാക്കാൻ പറ്റൂ. അറിയാം ഏട്ടത്തി, എല്ലാത്തിനും എത്രയും വേഗം നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം, എന്ത് വില കൊടുത്തും മാനസ മോളുടെ ഭാവി ഞാൻ സുരക്ഷിതമാക്കും.